السلام عليكم. الحمد لله، الصلاة والسلام على أفضل الأنبياء وعلى آله وصحبه الجميع. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس بينات من الهدى والفرقان ومن شهد منكم الشهر فليصمه صدق الله العلي العظيم. ബഹുമാന്യരെ, ഞാൻ അകലാട് വലിയുള്ളാഹി ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് അൽ ഖാദിർ ഉൽ ജിഷ്ടി റഹ്മത്തുള്ളാഹി തങ്ങളുടെ മകൻ സക്കരിയ ദർവേഷ്. കുറച്ച് സമയമായി ഞാനിപ്പോൾ ഇവിടെ ലൈനിൽ വന്നിട്ട്. ഏതായിരുന്നാലും പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു ഇറക്കിക്കൊടുത്ത അവസാന വേദം ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഉൻസില ഫീഹ്, ആ ശഹ്റു റമദാനിലാണ്, റമദാൻ മാസത്തിലാണ് ഖുർആനെ ഞാൻ അവതരിപ്പിച്ചത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്തിനു വേണ്ടി? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനും വഴികാട്ടിയായിട്ട് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഹിദായത്തിലേക്ക് വേണ്ടി, നന്മയിലേക്ക് വേണ്ടി. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, നോ ഓൺലി ഫോർ മുസ്ലിംസ്, ദ വേൾഡ്. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തും മിനൽ ഹുദ, അതുമാത്രമല്ല വ്യക്തമായ എല്ലാവിധ തെളിവുകളും വഴികളും മാർഗങ്ങളും ഉണ്ട് നേർവഴിയിലേക്ക്. ഒന്നുപോലും പിഴച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ പരിശുദ്ധമായ ഇസ്ലാമിനെ ലോക ജനതയ്ക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവതരിപ്പിച്ചൊരു മാസം ശഹ്റു റമദാൻ. അതായത് ആ ശഹ്റു റമദാനിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമെങ്കിൽ ഫൽയസും, അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ. അപ്പോൾ സയ്യിദ് ശുഹൂരി വല്ലയ്യാം, മാസങ്ങളുടെയും ദിവസങ്ങളുടെയും നേതാവായ ശഹ്റു റമദാൻ, അതിൻ്റെ ബർക്കത്ത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. കാരണം അസ്സൗമു ലീ വ അന അജ്സി ബിഹി, ഈ നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് എന്ന്. എന്തേ അള്ളാഹ് അങ്ങനെ പറഞ്ഞു? പിന്നെ നിസ്കാരം അള്ളാഹ്ക്കുള്ളതല്ലേ. ഉസല്ലി സ്വലാത്തുല്ലാഹി ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടിയിട്ട് ദുആ നിസ്കരിക്കുന്നതല്ലേ ദയ്യത്ത് ചെയ്യുന്നത്. ഓരോ അമലുകൾ അങ്ങനെ തന്നെ. പിന്നെ എന്താണ്? അതൊക്കെ അള്ളാഹുവിനാണല്ലോ. ഹജ്ജ് ചെയ്യുന്നത്, സക്കാത്ത്, ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടിയല്ലേ. പിന്നെന്താണ്? നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞത് ബാക്കിയുള്ളതൊന്നും അള്ളാഹ്ക്കുള്ളതല്ലേ. പക്ഷേ ഇതിന് പ്രത്യേക ഊന്നൽ കൊടുക്കാൻ കാരണം, ഒരു നോമ്പുകാരൻ, അയാൾ നോമ്പുകാരനാണെങ്കിൽ അവന് മാത്രമേ അത് അറിയൂ, അള്ളാഹുവിന് മാത്രം. നിസ്കരിക്കുന്നത് 4 ആൾ കാണുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നത് 4 ആൾ കാണുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നത് കാണുന്നുണ്ട്, മറ്റ് ഏത് അമൽ അവൻ ചെയ്താലും അവ മറ്റുള്ളവർ കാണുന്നുണ്ട്. ഇത് ഇല്ലാഹ് ലില്ലാഹ് ബൈനഹു വബൈനൽ ഖാലിഖ് വബൈനൽ മഖ്ലൂഖ്. ഇതാ സ്വന്തം നോമ്പ് നോറ്റവൻ്റെ ശരീരം അള്ളാഹും അല്ലാതെ മൂന്നാമതൊരാളത് അറിയുന്നില്ല. അത് തന്നെയാണ് എൻ്റെ രഹസ്യം. ആ രഹസ്യമാണ് അതിനനുസരിച്ച്. കാരണം അവൻ്റെ വിശപ്പും എല്ലാം കൂടെ സഹിച്ച് അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി നിൽക്കുന്ന ആ ഒരു അവൻ്റെ വിശപ്പ്, ആ ശരീരത്തിൻ്റെ അവസ്ഥ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് അറിയില്ല. ഒരു നോമ്പുകാരനാണെന്ന് വേറെ ആൾക്ക് എങ്ങനെ അറിയാം? വേറെ ആൾ തിന്നിട്ട് ഞാനാണ് നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ ഇല്ല, അത് കണ്ടറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ അസ്സൗമിലി വ അന അജ്സി, അത് എനിക്ക് സ്പെഷ്യലായിട്ട് പറയുന്നു. ഓർഡർ ഫാസ്റ്റിംഗ് അത് പ്രധാനമായിട്ട് അതിനെടുത്ത് പറയാൻ കാരണം, അത് അള്ളാഹുവിലേക്ക് അവൻ മുഴുവൻ, അവനെ തന്നെ, അവൻ്റെ ശരീരം മുഴുവൻ അള്ളാഹുവിലേക്ക് അർപ്പിച്ചും കൊണ്ടുള്ള ഒരു ഇബാദത്ത്, അമലായത് കൊണ്ടിട്ട് അതിന് പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരു നോബഡി കാൻ അണ്ടർസ്റ്റാൻഡ് അല്ല ഗോഡ്. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇത് എന്ത് അമല് സദഖകൾ എന്ത് നമ്മൾ ചെയ്താൽ അതിന് പുണ്യമുണ്ട്, അതിന് എത്ര ഇരട്ടി കൂലികളുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതും തന്നെ അത് പിന്നെ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ ഖുർആൻ ഇറക്കിയതോ നിശ്ചിത രാത്രി, അത് പുണ്യമാക്കപ്പെട്ട ദിവസം രാത്രി. ഇപ്പോൾ 27-ാം രാവാണല്ലോ നമ്മളൊക്കെ ഏതായാലും ഭൂരിപക്ഷ ആളുകൾ കണക്കാക്കിയിരിക്കുന്നത്. അവസാന 10 ആ 27
അതിനൊരറ്റമില്ല. കാരണം അള്ളാഹു സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വേദങ്ങൾ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളാണല്ലോ, അള്ളാഹു അവതരിപ്പിച്ചതാണല്ലോ. ഖുർആൻ അവസാനമായിട്ടും, അതായത് ഓരോ കാലഘട്ടങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതാത് ജനങ്ങൾക്ക്. ഖുർആൻ അങ്ങനെയല്ല. ഏത് യൗമുൽ ഖിയാമ, ലോകാവസാനം വരേക്കുള്ള നബിയെ യാത്രയാക്കി അതിനൊരു ഭരണഘടന അള്ളാഹ് ഖുർആൻ ഇറക്കിയതും ഈ മാസത്തിൽ തന്നെ. കാരണം ഈ ദീൻ ആരതാണ്? ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന് സ്വീകാര്യമായതുകൊണ്ട് ഇസ്ലാമാണ്. ഇസ്ലാം മുഹമ്മദ് നബിക്ക് ശേഷം ഉള്ളതല്ല. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് റൂഹ് അള്ളാഹു അവൻ്റെ ആത്മാവ് റൂഹിനെ ഊതിയപ്പോൾ ആ രൂപം ആദ്യമായിട്ട് ആദം നബി പറഞ്ഞെന്താണ്? അൽഹംദുലില്ലാഹ്. മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അൽഹംദുലില്ലാഹ് ആദ്യമായിട്ട് ഒഴിഞ്ഞത്. അന്ന് തൊട്ടിട്ട് തന്നെ ഉണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമല്ലേ, അവരെല്ലാം ഇസ്ലാമിൻ്റെ ആളുകളാണല്ലോ. ഇപ്പോൾ സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ എന്നുപോലെ ഇങ്ങനെ 4 വേദങ്ങളാണല്ലോ ഉള്ളത്. ഈ 4 വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണല്ലോ. നേരെ മറിച്ച് വേറെ മതക്കാർക്ക് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ഒരു ഗ്രന്ഥമില്ല, ഒക്കെ എഴുതപ്പെട്ടതാണ്. ഇഞ്ചീൽ തന്നെ കുറേ മീൻപിടുത്തക്കാരും അലക്കുകാരൊക്കെ എഴുതി ചേർത്തതുണ്ടല്ലോ അതിൽ. അതാണ് ആ ഖുർആൻ എന്നേക്കുമായിട്ടുള്ള ഖുർആനാണ്. അത് ലൈലത്തുൽ ഖദർ, നിശ്ചിതരാത്രി. ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. എൻ്റെ വന്ധ്യരായ പിതാവ് വലിയുള്ളാഹി ഷേഖ് അഹമ്മദ് ദർവേഷ് റമദാൻ മാസത്തിൽ എൻ്റെ അവസാന 10 നമ്മുടെ വീട്ടിൽ, നമ്മുടെ തറവാട്ട് വീട്ടിൻ്റെ മുറ്റത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ട് കൊണ്ടുപോയി. അത് വാങ്ങിച്ച് കുടിക്കുമ്പോൾ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, ലൈലത്തുൽ ഖദറിനെ കാണണമെന്ന്. ഉമ്മ പറഞ്ഞു, ആ കാണണമെന്ന്. നോക്കിക്കോ ആകാശത്തേക്ക് പറഞ്ഞു. എൻ്റെ ഉമ്മ ഒരൊറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ. ബോധം കെട്ട് അപ്പോൾ താങ്ങിയെടുത്ത്. എന്നിട്ട് ഉമ്മ പറയണ ആ കണ്ണുകൾ വിശ്വസിക്കാൻ കാണാൻ പറ്റത്, കണ്ണഞ്ച് പോയി. ആ പ്രകാശം, അങ്ങനെ ഒരു പ്രകാശം റഹ്മാനല്ല ഞാൻ മുത്തിയാക്കാനല്ല. കാരണം ലൈലത്തുൽ ഖദറിനെ കണ്ട കണ്ണല്ലേ. ഉമ്മ പറഞ്ഞതാണ് എന്നോട് ചരിത്രം, ലൈലത്തുൽ ഖദറിനെ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാർക്ക് അത് കാണാൻ പറ്റും. നമുക്ക് സാധാരണക്കാർക്ക് നമുക്കെന്താണ് വല്ലതും കാണാൻ പറ്റുമോ? റബ്ബ് നൂറും നൂറാനിയത്തി റബ്ബുൽ ഇസ്സ, റബ്ബ് സുബ്ഹാനഹു വ തആല പ്രകാശത്തെ നേരിയൊരു അംശമല്ലേ ആ കണ്ടത്. അതാണ് ലൈലത്തുൽ ഖദർ. അപ്പം അതിൻ്റെ രഹസ്യം ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. എൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ രഹസ്യങ്ങൾ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, ആർക്ക് അറിയാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ടിട്ട് ഇത് നമ്മൾ നോമ്പനുഷ്ഠിക്കുക, നമ്മൾ കഴിയുന്ന നന്മകൾ ചെയ്യുക, സദഖ ചെയ്യുക. ഒരാൾക്ക് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു വന്നു, കൊടുക്കാനില്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറയുക. ഖൗലൻ ലയ്യിനൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഹാറൂൻ്റെ താടിക്ക് പിടിച്ച്, ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ പറഞ്ഞെന്താണ്? ലാ തഖ്ദിൽ യബ്ന ഉമ്മി ലാ തഖ്ദിൽ ലഹ്യതി. എൻ്റെ ഉമ്മാടെ മോനെ. മൂസാ നബി ദേഷ്യം പിടിച്ചിട്ട് വന്ന താടി പിടിച്ചത്. അപ്പോൾ ഒന്ന് ദേഷ്യം പിടിച്ച ആളെ ക്ഷമിപ്പിക്കണ്ടേ? അതിനുവേണ്ടി തോന്നി എൻ്റെ ഉമ്മാടെ മോനെ, എൻ്റെ താടി വിട്ട് എനിക്ക് വേദന ആയിരുന്നു. ഖൗലൻ ലയ്യിനൻ. ആ നല്ല വാക്കെങ്കിലും പറഞ്ഞ് സഹായിക്കുക. അതും സഹായം തന്നെ, അതിലും കൂലിയുണ്ട്. ചെയ്യാൻ പറ്റുന്നത് സദഖകൾ, ദാനധർമ്മങ്ങൾ ചെയ്യുക. കാരണം ഈ ദുന്യാവിൽ വെച്ചിട്ട് നാം അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തേക്കുള്ള കൃഷിസ്ഥലമാണല്ലോ ഇത്. നാം ബിൽഡിംഗ് ഉണ്ടാക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാം സുഖമായിട്ട് കഴിയുന്നത് ദുന്യാവിലല്ലേ. ഈ ദുന്യാവാന്ന വാടക വീട്ടിൽ നിന്നിട്ട് അതിൻ്റെ മുതലാളി ഒരു ദിവസം നമ്മൾ വട്ടിച്ച് ഇറക്കി വിടൂലേ ഇവിടുന്ന്. ആ റൂഹിനെ പിടിച്ച്. അപ്പോൾ അവനാരായി? മന്ത്രിയായി, രാജാവായി, മയ്യത്തായി. പിന്നെ പോകുന്ന എവിടേക്കാണ്? ആ ഖബറിലേക്ക്, ആ ഇരുട്ടറയിലേക്ക്. അവിടെ എന്ത് ബിൽഡിംഗ് ഉണ്ട്, എന്ത് പെയിൻ്റ് ഉണ്ട്, എന്ത് കാറുണ്ട്. അവിടെ ഉള്ളത് തന്നെയാണ് ആമലൻ സാലിഹ, അവന് ഉപയോഗപ്രദമായ ആമല്. അതാണ് കൂട്ട്. എന്നല്ലാണ്ട് വാപ്പ എമ്മ വരൊക്കെ മരിച്ച ഖബറിൻ്റെ അടുത്ത് കൂടെ മുതമറു അഖാരിബി ജനബാതി ഖബരി ലഅന്ന അഖാരിബി ലം തഅരിഫൂനി. എൻ്റെ മാതാപിതാക്കൾ, രക്ഷാക്കളൊക്കെ അതാ പോകുന്നതിൻ്റെ അടുത്ത് കൂടെ അവരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അവനക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്ത് ഖബറിൻ്റെ അടിയിലതാണ്. ആ ഖബറിൻ്റെ അടിയിലേക്കുള്ള ഒരു ബാങ്ക് ശേഖരണമാണ് ഈ മാസത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ആമലൻ സാലിഹ. അതിനല്ലാഹു നമുക്ക് തൗഫീഖായിട്ട് എല്ലാം ശുദ്ധമായ മനസ്സോടെ കഴിയുന്നത്ര ഇബാദത്ത് എത്രയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. റബ്ബത് സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കുകയില്ല.
ആത്മാർത്ഥമായിട്ടാണ് റബ്ബിന് വേണ്ടിയാണ് വിശപ്പ് സഹിക്കുന്നത്. മറ്റുള്ളവർ നോമ്പ് നോക്കുന്നുണ്ട്, മുട്ട തിന്നൂടെ, ഇറച്ചി തിന്നൂടെ, ബാക്കിയൊക്കെ തിന്നാം. വിശപ്പ് അറിയുന്നില്ലോ. വിശപ്പ് അറിഞ്ഞത് ഇസ്ലാമിൻ്റെ നോമ്പ് മാത്രമല്ല, വേറെ ഏതുണ്ട്? ജസ് ഐ ആസ്ക് ടെൽ മീ. നോ, ഇത് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഫളില്. അത് തന്നെയാണ് ഖുർആൻ്റെ ശ്രേഷ്ഠത, ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് മൂസാ നബി പറഞ്ഞത്, അല്ലാഹ് എന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്താക്കിയിട്ട് എന്നെ പഠിച്ചാൽ മതിയായിരുന്നല്ലോ. ഇങ്ങനൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനുള്ളത് ഞാനടക്കം റഹ്മാനായ അല്ലാഹ് നമ്മളെ പരിപൂർണമായും റമദാൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന മുഅ്മിൻ മുത്തഖീങ്ങളാക്കി തീർക്കട്ടെ. ഇതുപോലെ തന്നെ നാം ലോകത്ത് അടി നടക്കല്ലേ. ഇസ്രായേൽ, റഹ്മാനായ അല്ലാഹ്, ഇസ്രായേൽ, അമേരിക്കക്കാർ ഇതെല്ലാം കൂടിയിട്ട് അടിക്കുകയാണ് ഇറാനുമായിട്ട്. ഇറാൻ 12 വരുന്ന രാജ്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചിരിക്കുന്നത്. ഇപ്പം ഇറാൻ അറബ് രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഈ മിസൈലും ഇതൊക്കെ ഇടുന്നത് അറബികളോട് വിരോധം കൊണ്ടല്ല. അവിടെ ഉണ്ട് അമേരിക്കൻ താവളം. 30-35 വർഷമായില്ല അമേരിക്കൻ താവളം അവിടെ, സൈനിക താവളം. അമേരിക്കക്കാരനെ തീറ്റിപ്പോയിട്ടല്ലേ അറബികൾ അവരുടെ പണം കൊണ്ട്. എന്തുപയോഗം? ഇപ്പം യുദ്ധം വന്നപ്പോൾ അമേരിക്കാരൻ പറഞ്ഞെന്താണ്, അവരാളുകളോടൊക്കെ സ്ഥലം വിട്ടോളാം, അറബികളോട് അടികൊള്ളട്ടെ. അതാണ് നടക്കുന്നത്. ഈ 30 കൊല്ലത്തോളം അമേരിക്കക്കാരെ അവരുടെ സൈനിക താവളത്തിന് തീറ്റിപ്പോയിട്ട് പണം ഉണ്ടെങ്കിൽ ഹിമാലയ പർവ്വതം ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവണം. ആ പണം ഉണ്ടെങ്കിൽ മാത്രം മതി അറബ് രാജ്യത്ത് കൃഷി ചെയ്യാൻ. അവർക്ക് ഉപ്പ് മുതൽ തീപ്പട്ടിക്കൊള്ളി വരെ അന്യ രാജ്യത്ത് ആശ്രയിക്കണ്ടേ? അത് ആ നാട്ടിലവർക്ക് ഉണ്ടാക്കാം. കടലിലെ വെള്ളം ശുദ്ധിയാക്കിയിട്ട് നല്ല വെള്ളമാക്കി കുടിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ഏത് ഭൂമിയായാലും ശരി, കൃഷി യോഗ്യമല്ലാത്ത ഏത് ഭൂമിയായാലും ശരി, ഏത് ഗന്ധക ഭൂമിയായിരുന്നാലും ശരി, അറബികൾ വിചാരിച്ച ചന്ദനിൽ വരെ തെങ്ങും തൈ നടാനോ ഈത്തപ്പഴം വരെ നടാനോ പറ്റുമല്ലോ. അതിനുള്ള സംവിധാനം ഇന്നിപ്പോൾ സംവിധാനം ഉണ്ടല്ലോ. അവർ കൃഷി യോഗ്യമാക്കി മാറ്റാൻ പറ്റും. സ്വയം പര്യാപ്ത എന്നൊരു ചിന്തയില്ല. ഈ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച് നടക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത്. അത് അവിടെ നിർത്ത് മാറ്റണം. എങ്കിലേ അറബികൾക്ക് ഒരു ശാന്തി സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ടിട്ട് അമേരിക്ക കൊണ്ടിട്ട് ഇറാനെ അടുപ്പിക്കും. ഇറാനും അമേരിക്ക കൂടെ ഒരു അതിർത്തി തർക്കമുണ്ടോ? അമേരിക്ക എന്തിനു കയറിയിടപെടുന്നത്? രാക്ഷസനാണ്, ഇസ്ലാമിൻ്റെ ശത്രുവാണ്, ലോക ജനതയുടെ ശത്രുവാണ്. അവനും തന്നെയാവുമെന്ന് പറയുന്നത്. ആ 2 ബലാൽ മുസീബത്താണെന്ന് ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണം അവിടെ മരിച്ചുപറ്റി. ഇപ്പോൾ UAE-നോ ബഹ്റൈന്, ഖത്തർ, GCC രാജ്യങ്ങൾ എത്ര എണ്ണം വളരെ വിഷമിച്ച് കഴിയുന്നത്, എത്ര എണ്ണം മരിച്ചു പോകുന്നത്. റഹ്മാനായ അല്ലാഹ് നിൻ്റെ ഫضൽ കൊണ്ടിട്ട്, റമദാൻ്റെ ഹക്ക് കൊണ്ടിട്ട്, ഈ ബുഷ് ട്രംപ്, നെതന്യാഹുവെന്നൊക്കെ പറഞ്ഞ നജീസുകളെ, ഈ ശൈത്താനുകളെ, രാക്ഷസന്മാർക്ക് പേടിയാണ് അവരെ. രാക്ഷസൻ തന്നെ വിശപ്പിന് ഒരാളെ പിടിച്ചു തരുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇവരതല്ല, ലോകം മുഴുവൻ ചുട്ട് തിന്നല്ലേ. അപ്പോൾ രാക്ഷസന്മാർക്ക് പോലും പേടിയാണ് അവർ. ഈ രാക്ഷസന്മാരെ ഈ ലോകത്തിൻ്റെ ഫിത്തനക്കാരിൽ നിന്നിട്ട് റഹ്മാനായ രാജ്യത്തെയും ജനങ്ങളെയും ജാതി മത ഭേദമന്യേ രക്ഷിക്കണേ. പ്രത്യേകിച്ച് അറബ് രാജ്യത്തെ രക്ഷിക്കണേ. കാരണം നമ്മൾ അടുപ്പ് പോയെന്ന് കൊടുത്ത് അവിടുത്തെ പൈസ കൊണ്ടാണല്ലോ. ഇസ്ലാമിനെ കളിയാക്കുക, വഴക്ക് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടുത്തെ പണം വേണമല്ലോ. അതാരാവട്ടെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. റഹ്മാനായ റമദാൻ്റെ ആക്ക് കൊണ്ടിട്ട് ഏതായിരുന്നാലും ഈ പ്രത്യേകിച്ചിട്ട് ഇവിടെ ഈ പാശ്ചാത്യ രാജ്യം ഇവിടെ നടക്കുന്ന ഈ അറബ് രാജ്യത്ത് 2 രാജ്യങ്ങളിൽ നടക്കുന്ന ഈ മിസൈലും ഇത് വിടലും ആ ഇറാൻ്റെ ഇടയിലും ഇവരുടെ ഇടയിലൊക്കെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി കൊടുക്കണേ അല്ല. അതായത് ഇറാൻ ഇപ്പോൾ പറയുന്നത് എന്താണ്, ഇവരെ താവളം എടുത്ത് മാറ്റുന്നവരെ അടിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഈ താവളം എടുത്ത് മാറ്റിയെങ്കിലേ അറബികൾക്കും സമാധാനമുള്ളൂ. അമേരിക്ക അവിടെ പിടിച്ചു നിന്നിട്ട് ഇസ്രായേലിനെ അവിടെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അറബികൾക്കുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ് ഇസ്രായേലിനെ. അതിനാണ്. അല്ലെങ്കിൽ അമേരിക്ക ഇറാനും കൂടെ യുദ്ധം ചെയ്യേണ്ട കാര്യം എന്തുണ്ടോ എനിക്ക്? ആ വലാൽ മുസൈബിത്തൻ റമദാൻ്റെ ഹക്കും റഹ്മാനാവുന്ന പരാജയപ്പെടുത്തുന്ന നശിപ്പിക്കുക ലോക ജനങ്ങൾക്ക് മുഴുവനും എതിരാളിയാണ്. അത് റഹ്മാനായുള്ള ഹുദൽ ലിന്നാസ് എന്നല്ലേ നീ പറഞ്ഞത്? ജനങ്ങൾക്ക് മാർഗമാണ് ഖുർആൻ എന്ന്. ആ ജനങ്ങളെ എന്ന് പറഞ്ഞത് എൻ്റെ അടിമകളാണല്ലോ. അടിമകളെ സംരക്ഷിക്കുക, വലാൽ മുസീബത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കുക റമദാൻ്റെ ഹക്കുകൊണ്ട്. അതുപോലെ തന്നെ പാവങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ റഹ്മാനായ അല്ലാഹ് ഈ റമദാൻ്റെ ഹക്കുകൊണ്ട് പുറത്തു തരണേ. ഒട്ടനേകം ആളുകൾ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ദുആ റഹ്മാനായ അല്ലാഹ് നീ സ്വീകരിക്കണേ, കബൂലാക്കി കൊടുക്കണേ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളിൽ സാധ്യമാക്കി കൊടുക്കണേ. ഈ റമദാൻ്റെ മഹത്വം ഞങ്ങളിൽ നീ അള്ളാഹ് തന്നും കൊണ്ടിട്ട് ഞങ്ങൾ മരിച്ചു പോയവരുണ്ട്. അവരുടെയൊക്കെ തന്നെ ഖബറുകളെ നീ സ്വർഗത്വപ്പാക്കുകയും ഞങ്ങളെയും അവരെയും ഒരുമിച്ചിട്ട് അള്ളാഹ് മജ്മഅ വഫി ശഫാഅത്ത് ഹബീബിക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.